ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഈ വീഡിയോ നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കൂളിലേക്ക് പോകാൻ കാത്തിരിക്കുന്നവരാണ്, വിദ്യാർത്ഥികളായിക്കോട്ടെ രക്ഷകർത്താക്കളായിക്കോട്ടെ, തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായും കാണുക, ഉപകാരപ്രദമാകും. നിലവിൽ നമ്മുടെ നാട്ടിലെ മഴയും അതുപോലെ തന്നെ കോവിഡ് വ്യാപനവും കണക്കിലെടുത്തുകൊണ്ട് പല വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ചോദിക്കുന്നുണ്ട് സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് എന്ന്. ഒരുപാട് പേര് ഇത്തരത്തിൽ ഭയം പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഭയം വേണ്ട, ജാഗ്രത മാത്രം മതി എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. കാര്യത്തിലേക്ക് തന്നെ കടക്കാം. നിലവിൽ പ്രഖ്യാപിച്ചത് പ്രകാരം ജൂൺ 2-ാം തീയതിയാണ് പ്രവേശനോത്സവത്തോടു കൂടി നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന കൊച്ചു കുരുന്നുകൾ വീണ്ടും നമ്മുടെ സ്കൂൾ മുറ്റങ്ങളിലേക്ക് പോകുന്ന പ്രവേശനോത്സവവും അതിന് പിന്നാലെയുള്ള സ്കൂൾ തുറക്കലും ഒക്കെ നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഇന്നലത്തെ ദിവസം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 9 ജില്ലകൾക്ക് അവധിയായിരുന്നു. സ്കൂൾ തുറന്നിട്ടില്ല എങ്കിൽ പോലും ട്യൂഷൻ സ്ഥാപനങ്ങൾക്കും മദ്രസകൾക്കും ഉൾപ്പെടെ. അത് പ്രധാനമായിട്ടും നമ്മൾ ഇന്നലെ തന്നെ വീഡിയോകളിലൂടെ പറഞ്ഞതാണ് നോർത്ത് കേരളയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള മഴ. പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥ എടുക്കുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്നവർക്കറിയാം, കൊല്ലത്ത് നിന്നോ തിരുവനന്തപുരത്ത് നിന്നാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ അവിടെയും നിലവിൽ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു എന്ന വാർത്തകൾ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മീഡിയകളെല്ലാം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന പോലെ മൺസൂൺ അതിൻ്റെ കാലവർഷം അതിൻ്റെ ഏറ്റവും കൂടിയ തോതിൽ തന്നെ കേരളത്തെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മഴ മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മഴ മുന്നറിയിപ്പുകൾ പാലിച്ചുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ജാഗ്രതയും പാലിക്കേണ്ടതുണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യം അനുസരിച്ച് ജൂൺ 2 തന്നെയാണ് പ്രവേശനോത്സവം. എല്ലാ ജില്ലകൾക്കും, അതായത് ഈ ഒരു മഴ സാഹചര്യം മുന്നിലെടുത്ത് ആ ഒരു ഡേറ്റ് മാറ്റുകയോ അതുമായി രീതിയിലുള്ള കൂടുതൽ ആലോചനകൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നിലവിൽ വളരെയധികം ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ ജൂൺ 2 നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള പ്രവേശനോത്സവം എന്ന് പറയുന്ന കാര്യം അതിൻ്റെതായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് ഇതിനോടകം തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി അന്നത്തെ സാഹചര്യം എടുത്ത് ജൂൺ 2 ഏതൊക്കെ ജില്ലകളിലായിരിക്കും റെഡ് അലർട്ട്, അതിനനുസരിച്ച് അതാത് ജില്ലകളിലെ ജില്ലാ കളക്ടർമാർ നിങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള അറിയിപ്പ് നൽകും. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ കാര്യം കണക്കിലെടുത്തുകൊണ്ട്. അല്ലാതെ ഫുള്ളൊരു ഷിഫ്റ്റ് നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തന്നെ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ആക്റ്റീവ് കേസുകൾ 430-ഉം ഇന്ത്യയിലുണ്ടാകിയ ആക്റ്റീവ് കേസുകൾ 1000-ഉമാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കേരളത്തിൽ അതിൻ്റെതായിട്ടുള്ള ജാഗ്രതയും നമ്മൾ പാലിക്കേണ്ടതുണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ. അതുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന സംശയങ്ങളാണ്, പൊതുവെ ഉണ്ടാകാറുള്ളതാണ്. യൂണിഫോം ഇടണോ, അതുപോലെ തന്നെ ബുക്കുകൾ എടുക്കണോ, ബാഗ് തൂക്കണമോ, ഓക്കെ. എന്തായാലും നിലവിലെ നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാകും, ജൂൺ 16 വരെ പല രീതിയിലുള്ള എൻഗേജ്മെന്റ് ആക്ടിവിറ്റികളാണ്. ബുക്ക് ഓറിയന്റഡ് പല സ്റ്റഡീസും അല്ലെങ്കിൽ ടൈം ടേബിൾ ഓറിയന്റഡ് മാത്സ്, ഫിസിക്സ് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഉണ്ടാകില്ല. അതിനുള്ള ട്രെയിനിങ് നിങ്ങളുടെ അധ്യാപകർക്കും ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പഠന ലോഡ് വളരെ വളരെ കുറവായിരിക്കും. നിങ്ങൾ പോവുക, അവിടെ പഠിപ്പിക്കുന്ന ലഹരി വിമുക്ത ക്ലാസ്സുകളായിക്കോട്ടെ, മറ്റ് മാനസികാരോഗ്യപരമായിട്ടുള്ള ക്ലാസ്സുകളായിക്കോട്ടെ, നിങ്ങൾ ഇൻവോൾവ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ആദ്യത്തെ 2 ആഴ്ച ആ ഒരു അക്കാദമിക് ഇയറിലേക്ക് ഇറങ്ങി ചെല്ലുവാനുള്ള ഒരു ബ്രിഡ്ജിങ് പീരീഡായിട്ട് കണക്കാക്കുക. അതുകൊണ്ട് തന്നെ വലുതായിട്ട് നിങ്ങൾ പുസ്തകങ്ങളിൽ തൂങ്ങി പോകേണ്ട ആവശ്യമില്ല. ഇനി യൂണിഫോം ഒക്കെ അതായത് സ്കൂളുകളുടെ കേസാണ്, എനിക്ക് അത് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.